സോളോ പെർഫോമൻസിന് ശേഷം മലബാർ ഗോൾഡ് മ്യൂസിക് ഡ്രൈവിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ നമ്മൾ ഇനി പോകുന്നത് ഡ്യുവറ്റ് റൗണ്ടിലേക്കാണ്. നാലാമത്തെ ടീമായി ഇവിടെ എത്തുന്നത് സണ്ണിയും അഭിരാമിയുമാണ്. ഇവർ ആലപിക്കുന്നത് ഒരു പഴയകാല ഗാനമാണ്. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടിയൻ തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നതിനായി സണ്ണിയെയും അഭിരാമിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്മിതമാം ചന്ദ്രിക ചൂടി വനമല്ലിക നീയൊരുങ്ങും വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി മന്ദാരപ്പൂവിൻ മണമുണ്ടു പറക്കും മാലേയ കുളിർ കാറ്റിൽ വന്ദനമാല തന്നിഴലിൽ നീയൊരു ചന്ദനലത പോൽ നിൽക്കും. പുഷ്പം ചൂടി സണ്ണിയുടെയും അഭിരാമിയുടെയും ഗാനത്തിന്റെ അഭിപ്രായം നമുക്ക് സുദീപേട്ടനോട് ചോദിക്കാം. അപ്പൊ ഞങ്ങളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പാട്ടാണ് പാടിയത്. അത് വളരെ മനോഹരമായി ഇവിടെ ഒരു ഈ ഓഡിറ്റോറിയത്തിന്റെ മേളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ കുറെ വാൽക്കണ്ണെഴുതിയ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലുള്ള ഒരു ഫീൽ നമ്മുടെ മനസ്സിലുണ്ട്. താങ്ക് യു വെരി മച്ച്. വെൽക്കം ബാക്ക് ടു മലബാർ ഗോൾഡ് മ്യൂസിക് ഡ്രൈവ്. മ്യൂസിക് ഡ്രൈവിന്റെ ഈ വേദിയിൽ 2 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ അവശേഷിക്കുന്നത് 6 മികച്ച ഗായകർ മാത്രം. മലബാർ ഗോൾഡ് മ്യൂസിക് ഡ്രൈവിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ 1ാം സമ്മാനം നേടുന്നവർക്ക് ലഭിക്കുന്നത് 150 സ്വർണ്ണ നാണയങ്ങൾ വീതവും 2ാം സമ്മാനം നേടുന്നവർക്ക് മലബാർ ഗോൾഡ് തന്നെ സ്പോൺസർ ചെയ്യുന്ന 75 സ്വർണ്ണ നാണയങ്ങൾ വീതവുമാണ്. ഈ വേദിയിൽ ഇന്ന് ആരാണ് വിജയികളെന്ന് നമുക്ക് നോക്കാം. വളരെ വാശിയേറിയ മത്സരമായിരുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഈ മത്സരത്തിൽ ആദ്യം നമുക്ക് ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ, അപ്പോൾ ഫീമെയിൽ കണ്ടസ്റ്റൻസിന്റെ റിസൾട്ട് തന്നെ പറയാം അല്ലേ. ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് നിത്യ നികേഷ് ആണ്. കൺഗ്രാറ്റുലേഷൻസ് നിത്യ. ഭാഗ്യം എന്ന് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്നത്തെ ഭാഗ്യം നിത്യയ്ക്ക് 3ാം സ്ഥാനത്ത് നിൽക്കാനാണ് ഭാഗ്യം. അതുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. നല്ലൊരു പാട്ടുകാരിയായി ലോകം മുഴുവൻ അറിയപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് പെൺകുട്ടികളിൽ അഭിരാമി. കൺഗ്രാറ്റുലേഷൻസ് മോളെ. ഇനി പറയേണ്ടതില്ലല്ലോ, മലബാർ ഗോൾഡ് മ്യൂസിക് ഡ്രൈവ് മെഗാ ഫിനാലയിൽ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഷൈമ റാണി. കൺഗ്രാറ്റുലേഷൻ. ഷൈമ നന്നായിട്ട് പാടി. ആ വേദം എന്ന് പറഞ്ഞ പാട്ട് അംസാനന്ദിയിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. അത് വളരെ നന്നായിട്ട് പാടി. അതിന്റെ പക്ഷേ അനുരാഗ് വിലോചനായി എന്നുള്ളത് പാട്ട് ഷൈമയുടെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ പ്രതീക്ഷിച്ചതിലേക്ക് അങ്ങോട്ട് എത്തിയില്ല. അതുകൊണ്ട് കൂടെയാണ് കുറച്ച് മാർക്കിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളത്. അഭിരാമിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 14 വയസ്സോ 13 വയസ്സുള്ള ഒരു കുട്ടിയിൽ നിന്നും ഇത്രയും എക്സ്പ്രഷൻസ്, ഇത്രയും ഒരു പാട്ടിനെ സ്നേഹിച്ച് പാടുന്ന, അത് വളരെ നമ്മളെവരുടെയും ഹൃദയത്തിലേക്ക് പാട്ട് കേട്ട് ചെവിയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് വല്ലാതെ ആഴ്ന്ന് പതിഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ സ്നേഹമാണ് ഈ ഒന്നാം സ്ഥാനം. മെയിൽ വോയിസിൽ 3-ാം സ്ഥാനം നേടിയിരിക്കുന്നത് പറയാൻ വന്ന പരിഭവമായി മുന്നിലേക്കെത്തിയ രാജേഷ് തന്നെയാണ്. കൺഗ്രാറ്റുലേഷൻസ് രാജേഷ്. ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സണ്ണി. സ്വാഭാവികമായും 2-ാം സ്ഥാനത്ത് മിഥുനാണ്. ഒന്നാം സ്ഥാനക്കാർക്ക് ലഭിക്കുന്നത് 150 സ്വർണ്ണ നാണയങ്ങളാണ്. എന്ന് വെച്ചാൽ 150 ഗ്രാം സ്വർണം. 2-ാം സ്ഥാനക്കാർക്ക് 75 ഗ്രാം സ്വർണം വീതം. ഇത് മലബാർ ഗോൾഡാണ് നൽകുന്നത്. അതിനുവേണ്ടി മലബാർ ഗോൾഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഷംലാൽ അഹമ്മദിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഏഷ്യാനെറ്റിന്റെ അഡ്മിൻ ആൻഡ് ഫിനാൻസ് മാനേജർ മിസ്റ്റർ സുനിൽ NK അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒന്നാം സ്ഥാനക്കാരനുള്ള മലബാർ ഗോൾഡിന്റെ 150 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിക്കുന്നു മിസ്റ്റർ ഷംലാൽ. സണ്ണിക്ക് ഏഷ്യാനെറ്റിന്റെ വക ഒരു ഉപഹാരം കൂടിയുണ്ട്. അത് നൽകുന്നത് മിസ്റ്റർ സുനിൽ NK. താങ്ക് യു. ഇനി ഫീമെയിൽ വിഭാഗത്തിൽ 1-ാം സ്ഥാനക്കാരിക്ക് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിക്കുന്നത് മിസ്റ്റർ ഇല്ലത്ത് രാജേഷ്. ഒപ്പം അഭിരാമിക്കുള്ള ഏഷ്യാനെറ്റിന്റെ മൊമെന്റോ സമ്മാനിക്കുന്നത് മിസ്റ്റർ സുനിൽ NK. മിഥുൻ 2-ാം സ്ഥാനക്കാരനുള്ള 75 ഗ്രാം